ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടഞ്ഞ് നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഭീഷണി വരികയാണ്. അങ്ങനെ ഏതെങ്കിലും ശ്രമങ്ങൾ നടത്തിയാൽ അക്രമം നടത്തുമെന്ന് ഇറാന്റെ ഭീഷണിയുമെന്ന് ഈ അവസരത്തിൽ പി ജെയിംസ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. പറയൂ, ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നല്ലേ പി? ജീവിതം നന്നായി പോകുന്നു, പക്ഷെ യുദ്ധത്തിന്റെ കാര്യത്തിൽ അത്ര സുഖകരമല്ല കാര്യങ്ങൾ. ആശങ്കാജനകമാണ് എസ് കെ. പ്രത്യേകിച്ച് ഈ ഹോർമൂസ് കടലിടുക്ക് 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഹോർമൂസ് കടലിടുക്ക് ലോക ശ്രദ്ധയിൽ നിൽക്കുകയാണ്. കാരണം ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ അമേരിക്കയും ഇറാനും കൊമ്പ് കോർക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കൊച്ചുകുട്ടികൾ വാശി പിടിക്കുന്ന പോലെയാണ്. അദ്ദേഹം പറയുന്നത്, ഈ ഞങ്ങൾ പറയുന്ന എല്ലാ കപ്പലും കടത്തിവിട്ടില്ലെങ്കിൽ അവിടുത്തെ ഒരു കപ്പലുകളും അതിലൂടെ കടത്തിവിടില്ല എന്ന് മാത്രമല്ല പൂർണ്ണമായി നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സാഹസത്തിന് മുതിർന്നാൽ അത് അപകടകരമായ കെണിയായിരിക്കും, ഡേഞ്ചറസ് ട്രാപ്പ് എന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയായിരിക്കും അടുത്ത ഏറ്റുമുട്ടൽ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. കടലിലായിരിക്കും അടുത്ത ഏറ്റുമുട്ടൽ. കാരണം വാർഷിപ്പ് വിടാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അമേരിക്ക. അങ്ങനെ വന്നാൽ മൈനുകൾ വെച്ചോ ടോർപിഡോ വെച്ചോ അല്ലെങ്കിൽ അവിടുന്ന് വളരെ ദൂരമല്ലാത്ത ഇറാനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ വെച്ചോ ആക്രമണം ഉണ്ടാവാം. അത് വീണ്ടും യുദ്ധം രൂക്ഷമാവാൻ കാരണമാവുമെന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ എസ് കെ. അപ്പോൾ അതുകൊണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേല് കയറി വല്ലാത്ത രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു ഇറാനിലേക്ക് ആക്രമിക്കാൻ. അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടൈംസ് ഓഫ് ഇസ്രായേൽ മുതൽ പ്രധാനപ്പെട്ട ഇസ്രായേലി പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിന് തയ്യാറെടുക്കുന്നു. അവിടുത്തെ സൈനിക മേധാവി ഇയാൾ സമീർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വലിയ അലേർട്ട് ആവാനും റെഡിനെസ് ടു ദ കോർ, ഏത് സമയവും ആക്രമിക്കേണ്ടി വരും. അതേസമയം ഇസ്രായേൽ ആക്രമിക്കുമെന്ന് കരുതി സർപ്രൈസ് അറ്റാക്ക് നടത്താൻ ഇറാനും തയ്യാറെടുക്കുന്നത്. അപ്പോൾ 2 ആഴ്ചത്തെ വെടിനിർത്തൽ തകരുമോ എന്ന ഭീതിയിലാണ് പശ്ചിമേഷ്യ. ഗൾഫ് രാജ്യങ്ങളൊക്കെ അല്പം ആശ്വസിച്ചിരിക്കുകയാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളെയും ഇറാൻ ടാർഗറ്റ് ചെയ്തേക്കാം. എന്തായാലും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ കാര്യങ്ങൾ എസ് കെ എൻ വല്ലാത്ത രീതിയിലേക്ക് എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇറാൻ പറഞ്ഞിരിക്കുന്ന അണുവായുധം നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ സമ്പുഷ്ട യുറേനിയത്തിന്റെ കാര്യത്തിൽ ഇതുണ്ടാവില്ല, ഞങ്ങൾ മാറ്റമുണ്ടാവില്ല എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം, ടോൾ പിരിക്കാനുള്ള അനുമതി വേണം. ടോൾ പിരിക്കാൻ അനുവദിക്കില്ല ഹോർമൂസ് കടലിടുക്കിൽ എന്നാണ് അമേരിക്ക പറയുന്നത്. അവർ ചോദിക്കുന്നത് $20 ലക്ഷം. അത് ഒരു തരത്തിലും മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കുന്നുമില്ല. അപ്പോൾ ഇറാൻ ആ വാശിയിൽ തന്നെ നിൽക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഞങ്ങളെ കയറി ഇങ്ങോട്ട് ആക്രമിച്ചതാണ്, അതുകൊണ്ട് ഒരു തരത്തിലും ഞങ്ങൾ മറ്റു തരത്തിലുള്ള കോംപ്രമൈസിന് തയ്യാറല്ല. ലെബനോനിലെ ആക്രമണം നിർത്തുകയും വേണം. ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അമേരിക്ക കേട്ടതായി കാണുന്നില്ല. പിന്നെ ഈ ചർച്ച പരാജയപ്പെടാൻ പ്രധാന കാരണം അമേരിക്കയുടെ പിടിവാശിയാണെന്ന് ഇറാൻ പറയുന്നു. എസ് കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.